ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഒരു സാൻഡ്വിച്ചാണ് കാണിക്കാൻ പോണത്. ക്രീമി പനീർ സാൻഡ്വിച്ച്. അതിന് വേണ്ട പനീർ ഇതപ്പം മിൽക്കി മിസ്റ്റിൻ്റെ പനീർ, പിന്നെ ചീസ് സ്പ്രെഡ്, കൊറിയൻഡർ ലീവ്സ്, പിന്നെ സ്ലൈസ് ചീസ്, പിന്നെ സീസണിങ്ങിന് വേണ്ട ഇതാണിപ്പോൾ എടുക്കുന്നത്. ഇത് പിന്നെ ഇതാ ഞാനപ്പോൾ ഓരോന്നായി ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ്, മുട്ട 2 പുഴുങ്ങി വെച്ചതാണ് അത് കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ആ പുഴുങ്ങിയ മുട്ടയില്ലേ അതിനെ ഇതാപ്പോൾ സ്പൂൺ കൊണ്ട് ഇതാക്കി എടുത്തു. ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ ഡ്രസ്സിങ്ങിനുള്ള, അതെങ്ങനെയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നല്ലോണം മിക്സ് ചെയ്യാം. ഈ ക്രീം നമുക്ക് കുറച്ച് എരിവുണ്ടാവും കേട്ടോ. അതിനനുസരിച്ചിട്ട് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യൂ. പിന്നെ നമ്മൾ കൊറിയൻഡർ ലീവ്സ്, ഓക്കെ, വേണ്ട ആവശ്യത്തിനുള്ള കൊറിയൻഡർ ലീവ്സ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കുക. ഇപ്പോൾ അടുത്തത് അമൂൽ ചീസ് സ്പ്രെഡ് ആഡ് ചെയ്യണത് കാണിച്ചു തരാം. ആവശ്യത്തിനുള്ള അമൂൽ ചീസ് സ്പ്രെഡ് ഒക്കെ ആഡ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അതിലൊക്കെ സോൾട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് സാലഡ് സീസണിങ് മസാലയുടെ ടേസ്റ്റ്. ഇതൊക്കെ കടയിൽ അവൈലബിൾ ആട്ടോ. കുട്ടികൾക്കേ നല്ലൊരു സാൻഡ്വിച്ചാണത്. ഞാനിതിൻ്റെ പേര് ലാസ്റ്റ് പറയാം. ഓക്കെ, ഉണ്ടാക്കി കൊടുക്കൂ. ഇത് പനീർ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ പനീറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. സോൾട്ട് ഇടണ്ട കേട്ടോ. നമ്മുടെ ബ്രെഡ് ഇത് നല്ല സാൻഡ്വിച്ചിന് പറ്റിയ ബ്രെഡാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോണത് എഗ് പനീർ ചീസ് സാൻഡ്വിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാം ആഡ് ചെയ്തില്ലേ, മിക്സ് ചെയ്തു. ബ്രെഡിൽ ഒരു സൈഡ് മാത്രം നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടി. ഓക്കെ, അടുപ്പിൽ തവ വെച്ചിട്ട് നമ്മൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ഫില്ല് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും മേലെ നമ്മൾ പെപ്പർ കുറച്ച് നമ്മൾ ആ ചീസ് ഞാൻ ഇപ്പോൾ സ്ലൈസ് കാണിച്ചില്ലേ അത് മേലെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് റിച്ചാണ് കേട്ടോ. നന്നായിരിക്കും. രാവിലെ ഒരു 2 സ്ലൈസ് കഴിച്ചാൽ ഉച്ച വരത്തേക്കും നല്ല ഒരു കുട്ടികൾക്കൊക്കെ നന്നായിരിക്കും. മേലെ കുറച്ച് പെപ്പർ ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇട്ടെടുക്കുക. ഓക്കെ, കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, സാൻഡ്വിച്ച് റെഡി. കുട്ടികൾക്ക് കൊടുത്തോളൂ. വേണമെങ്കിൽ ഒരു സ്ലൈസ് മേലെ വെച്ചിട്ട് കവർ ചെയ്തും കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ഇടൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതപ്പോൾ അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടി വെച്ച് കൊടുത്താൽ നമുക്ക് ലഞ്ച് ബോക്സ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു സോ മച്ച്.